വടകരയിലെ കാഫിർ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമായ ഈ കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ ആവശ്യപ്പെട്ടു. വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വർഗീയ പ്രചരണം അങ്ങേയറ്റം അപലപനീയമാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഞങ്ങളുടെ MSFന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ കാസിമിനെതിരായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിൽ നിരപരാധിയാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ പ്രൊഫൈലിൽ നിർമ്മിച്ചുകൊണ്ട് കൃത്യമായി സൃഷ്ടിച്ചതാണ് എന്നുള്ള പോലീസ് റിപ്പോർട്ട് അത്യന്തം ഗുരുതരമായ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് LDFന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ മുൻ MLA KK ലതിക ഉൾപ്പെടെയുള്ള CPIMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഈ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് സന്ദേശം ഉപയോഗിച്ചുകൊണ്ട് വടകരയിൽ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിനാണ് ശ്രമം നടത്തിയത്. അതിൽ യൂത്ത് കോൺഗ്രസിന് പറയുവാനുള്ളത്, ജനപ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മതവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വ്യക്തിഹത്യം ചെയ്യുന്ന സമീപനം സ്വീകരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെ മുൻ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുൻകൈ എടുക്കണമെന്ന് പറയാൻ കാരണം, ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പരാതികൾ UDFന്റെ സോഷ്യൽ മീഡിയ കമ്മിറ്റി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഈ കാസിം എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതിനകമായി കൃത്യമായി അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു സമീപനം സ്വീകരിക്കണം. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. 51 ദിവസമാണ് ഒരു വ്യക്തിയെ, ഒരു യുവാവിനെ സംശയത്തിന്റെ നീൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനം പോലീസ് സ്വീകരിച്ചത്. ഞങ്ങൾക്കിതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, മുൻ MLA ലതികയുടെ വീട്ടിൽ പോയി മൊഴി രേഖപ്പെടുത്തുന്ന രീതിയിലാണ് കേരളത്തിലെ പോലീസ് മുന്നോട്ട് പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഈ പറയുന്ന മുൻ MLA. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് പോലീസിലെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്നതിന് പകരം ആ നേതാവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി മൊഴി രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അതോടൊപ്പം തന്നെ ഈ ജനപ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയ LDFന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണമെന്നാണ് ഈ സമയത്ത് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്.